ഇന്നലെ നിർത്തിയോടത്തുനിന്ന് തുടങ്ങാമെന്നാണ് വിചാരിച്ചത്. അപ്പോഴാണ് എൻ്റെ ചേച്ചി ഇന്ന് രാവിലെ വിളിച്ചു പറയുന്നത്, നീ എന്താണ് ഫസ്നയുടെ എൻട്രി ഇതിൽ കൊടുക്കാഞ്ഞത്, വീഡിയോയിൽ കൊടുക്കാഞ്ഞത്, അത് അവരുടെ സ്കൂൾ ഗ്രൂപ്പിൽ ആകെ വിവാദമായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ ആ പരാതി അങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് ആൾ കേട്ടോ. അപ്പോൾ പിന്നെ ഇന്ന് ഞാൻ അയാളുടെ മുഖം തന്നെ ഫോക്കസ് ചെയ്തു. ആളുടെ പരാതി തീർക്കണമല്ലോ, ആർക്കൊരു വിഷമം ഉണ്ടാവാൻ പാടില്ലല്ലോ. അങ്ങനെ ആളെന്തായാലും എത്തിയിട്ടുണ്ട്. ആളുടെ എൻട്രി ഇന്ന് മെയിനായിട്ട് കൊടുത്തിട്ടുമുണ്ട്. അതുകൊണ്ട് ആ പരാതി തീർന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് കേക്ക് കട്ടിങ്ങിലേക്ക് പോവാം. കേക്ക് കട്ടിങ് അല്ല, കേക്ക് വാരൽ സെറമണിയിലേക്ക് പോവാം. അങ്ങനെ കേക്ക് എത്തി. കേക്ക് പിടിച്ച് നിൽക്കുന്നതും ഇതേ വ്യക്തി തന്നെയാണ്. കേക്ക് അവിടെ എത്തിയതേ ഓർമ്മയുള്ളൂ. പിന്നെ അവിടുത്തെ കുട്ടിപ്പട്ടാളങ്ങൾ അത് വാരിയായിരുന്നു. നമുക്ക് മുറിച്ച് ബുദ്ധിമുട്ടേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. കേക്ക് കട്ട് ചെയ്തിട്ട് ആരും ബുദ്ധിമുട്ടണ്ട, ഞങ്ങളായിക്കോളാമെന്ന് പറയുന്നുണ്ട് അവിടെ നിന്ന് എല്ലാവരും പിള്ളേർ. അങ്ങനെ അവരെ മുമ്പിൽ കേക്കങ്ങ് വെച്ച് കൊടുത്തു. അവരെന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്ന് കരുതി. അപ്പോൾ കേക്ക് കൊണ്ടുള്ള കൂടുതൽ രസകരമായ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഒരുപാട് കാഴ്ചകളുണ്ട്. അടിപൊളിയായിരുന്നു. എന്താണേലും ആ ചോട്ടയുണ്ടല്ലോ, അവൻ ഹൈലൈറ്റാണ് കേട്ടോ ഇതിൽ. ഈ ഗെറ്റ് ടുഗദർ കളറാവാനുള്ള ഒരു മെയിൻ കാരണക്കാരൻ ആ സ്പൂൺ കൊണ്ട് കേക്ക് വാരി കഴിക്കുന്ന ചോട്ടയാണ്. അപ്പു എന്നാണ് അവൻ്റെ പേര്.